പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. നവകേരള മാർച്ചിന്റെ ഭാഗമായി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. കൊയിലാണ്ടിയിൽ തത്സമയം. മാറ്റമൊന്നും വന്നിട്ടില്ല. റൺവേ ഭാഗികമായി അടച്ചതോടെ വലിയ വിമാനങ്ങൾ ഇറങ്ങാത്ത സാഹചര്യമായി. ഇത് മലബാർ മേഖലയിലുള്ള ഭൂരിഭാഗം യാത്രക്കാരെയും പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇതോടൊപ്പം തന്നെ ചരക്ക് നീക്കവും വലിയ തോതിൽ പ്രതികൂലാവസ്ഥയിലായിരിക്കുക. കാർഗോ ഫലപ്രദമായി നടക്കുന്നില്ല. അതിൻ്റെ ഫലം ഈ പ്രദേശങ്ങളിൽ നിന്ന്, കോഴിക്കോട് നിന്നും സമീപ ജില്ലകളിൽ നിന്നും പലതും കയറ്റി അയക്കേണ്ടതായിട്ടുണ്ട്. അതിന് കൂടുതൽ ചെലവ് വരുന്ന അവസ്ഥയാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. അപ്പം അത് കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്, കയറ്റുമതിയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ എന്താണ് കാരണം? അത് സർക്കാരുകളുടെ സമീപനം തന്നെയാണ്. ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോട് നിന്നായിരുന്നു ഹജ്ജ് തീർത്ഥാടകർ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കോഴിക്കോട് നിന്ന് മാറുന്ന അവസ്ഥ വരുന്നു എന്ന് വേണം ശങ്കിക്കാൻ. കാരണം ഒരു താൽക്കാലിക സംവിധാനം പോലെയല്ല കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ 12,000 പേര് ഹജ്ജിന് പോയിക്കൊണ്ടിരുന്നതാണ് വർഷത്തിൽ ഇവിടുന്ന്. അപ്പോൾ അതിൻ്റെ ആസ്ഥാനം കോഴിക്കോട് എന്നുള്ളത് മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടി പങ്കാളിത്തത്തോടെ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രധാന ഉത്തരവാദിത്വമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണ് കാര്യങ്ങൾ ശരിയായ രീതിയിൽ നീക്കേണ്ടത്. എന്നാൽ കേന്ദ്രത്തെ കൊണ്ട് കാര്യങ്ങൾ നീക്കിക്കുന്നതിനുള്ള ഇടപെടൽ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തു നിന്നാണ് വേണ്ടത്. ഇതിൽ വിമാനത്താവള വികസനത്തിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. നല്ല രീതിയിൽ വികസിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് കരിപ്പൂർ വിമാനത്താവളം, അതായത് കോഴിക്കോട് കേന്ദ്രമായിട്ടുള്ള വിമാനത്താവളം. അപ്പോൾ ആ കാര്യത്തിൽ മലബാർ മേഖലയുടെ വികസനം കൂടി പ്രധാനമായി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വേറൊരാശങ്ക ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ് ഒട്ടും പരിഗണിച്ചതായിട്ട് കാണുന്നില്ല. ഈ വിമാനത്താവളം ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമമാകുന്നില്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് പ്രതിരോധ സേനയ്ക്ക് കൈമാറാൻ കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കുന്നു എന്ന് ചില വാർത്തകൾ കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ചിലർ അങ്ങനെ ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച്
ചില നിർദ്ദേശങ്ങൾ ചില വകുപ്പുകൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ പ്രതിരോധ സേനയ്ക്കൊരു വിമാനത്താവളം വരുന്നതിന് നമ്മളാരും എതിരല്ല. പക്ഷേ നിലവിലുള്ളത് നല്ല നിലക്ക് നിലനിർത്തിപ്പോയി മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ നമ്മളാരും എതിർക്കാൻ തയ്യാറാകില്ല. ഇതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളതാണ് കോഴിക്കോട് നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നം. കോഴിക്കോട് നമ്മുടെ കേരളത്തിലെ ചിരപുരാതനമായ നഗരമാണ്. നല്ല പ്രശസ്തി അന്താരാഷ്ട്ര തലത്തിൽ നേടിയൊരു നഗരമാണ് നേരത്തെ കോഴിക്കോട്. എന്നാൽ ആ കോഴിക്കോട് ഇപ്പോൾ കാലോചിതമായി നവീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ കോഴിക്കോട് നഗരത്തെ കാലോചിതമായി നവീകരിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ജനജീവിതം നല്ല നിലക്ക് മെച്ചപ്പെടേണ്ടതായിട്ടുമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ വികസന കാര്യങ്ങൾ നടക്കുന്നത് 1980 മറ്റോ തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാനിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത് യഥാർത്ഥത്തിൽ പുതുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു മാസ്റ്റർ പ്ലാൻ നേരത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോർപ്പറേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നിരവധി നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിട്ടുമുണ്ട്. അതിൽ മൊബിലിറ്റി ഹബ്ബുകൾ പറഞ്ഞിട്ടുണ്ട്. മലാപ്പറമ്പിലും മെഡിക്കൽ കോളേജിലും മറ്റും മൊബിലിറ്റി ഹബ്ബുകൾ ഏർപ്പെടുത്തണം നിർദ്ദേശിച്ചിട്ടുണ്ട്. രാമനാട്ടുകരയിലും ബേപ്പൂരിലും IT പാർക്കുകൾക്കായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാവസായിക വളർച്ച, നഗരത്തിൽ വ്യാവസായിക വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് ബേപ്പൂര്, അതേപോലെ കോഴിക്കോട് ബീച്ചിന് സമീപം ഒളവണ്ണ, ഇവിടങ്ങളിലൊക്കെ പ്രത്യേക സാമ്പത്തിക മേഖലകൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിരം സ്വഭാവം അനുസരിച്ച് ഒരു കാര്യവും നീങ്ങിയിട്ടില്ല. അപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ വികസനം എന്നത് വടക്കൻ കേരളത്തിൻ്റെ മൊത്തമായ വികസനത്തിന് ഉതകുന്ന ഒന്നാണെന്ന് കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ നഗരങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ള പദ്ധതികൾ, എല്ലാവർക്കും വീട്, ഇതൊക്കെ കോഴിക്കോട് നഗരത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നല്ല നിലക്ക് കോഴിക്കോട് കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ വികസിപ്പിക്കാൻ കഴിയും. അതായത് കോഴിക്കോടിന് മാത്രം അവകാശപ്പെട്ട ചില തനിമകളുണ്ട്. ആ തനിമകൾ ഉപയോഗിച്ച് വേണം ടൂറിസം മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ. ഇപ്പോൾ നമ്മുടെ കാപ്പാട് കടപ്പുറം, ഇപ്പോൾ വാസ്കോഡി ഗാമയുടെ വരവ് ഉണ്ടായ സ്ഥലമെന്ന നിലക്ക് അതിനൊരു ലോക പ്രശസ്തി തന്നെയുണ്ടല്ലോ. പക്ഷെ നമ്മളത് വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉള്ള മറ്റൊട്ടേറെ
കോഴിക്കോടിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നിർമ്മാണം ഇവിടെ മാത്രം അവകാശപ്പെട്ടതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ അവിടങ്ങളിൽ പോകാനും അത് കാണാനും ടൂറിസ്റ്റുകൾക്ക് താല്പര്യമുണ്ടാകും. അപ്പോൾ ടൂറിസം ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന നിലയുണ്ടാകും. ഇപ്പം നമ്മുടെ കോഴിക്കോട് ജനറൽ ബീച്ച് ആശുപത്രി, ആ ബീച്ച് ആശുപത്രിയെ ഒരു ഹെറിറ്റേജ് ആശുപത്രിയായി സംരക്ഷിക്കുകയും ഹെൽത്ത് മ്യൂസിയമായി പരിവർത്തിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഒരു മെഡിക്കൽ കോളേജ് എന്ന നിലക്ക് സ്ഥാപിച്ച ഒരു സ്ഥാപനമായിരുന്നു അത്. അപ്പോൾ അത്രയും പ്രാധാന്യം ഉള്ള, അത്രയും പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം, അത് നല്ല രീതിയിൽ അതിൻ്റെ പൈതൃകം സംരക്ഷിച്ചുകൊണ്ട് നിലനിർത്താൻ കഴിയണം. അതുപോലെ തന്നെ ഇക്കോ ടൂറിസത്തിന് മികച്ച സാധ്യത ഇവിടെയുണ്ട്. ഇവിടെ മലബാർ വന്യമൃഗ സങ്കേതം പെരുവണ്ണാമൂഴിയിൽ 2010 ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് വേണ്ടത്ര സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിൽ ആവശ്യമായ മാർക്കറ്റിംഗ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതായത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള ആധുനിക സങ്കേതങ്ങളുണ്ട്, അതെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയെല്ലാം വന്നാൽ ഇപ്പോൾ കോഴിക്കോട് ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാണെന്ന് പറയാൻ പറ്റില്ല. ശരിയായ രീതിയിൽ ഒരു ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെയുള്ള കുടിവെള്ള പ്രശ്നം നേരിടുന്ന സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ അത് പരിഹരിക്കുക എന്നുള്ളത്. ചില പ്രദേശങ്ങൾ നഗരത്തിൽ തന്നെ കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശങ്ങളായിട്ടുണ്ട്. ആ പ്രദേശങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കാൻ സാധിക്കണം. ഒരു പരിസ്ഥിതി സൗഹൃദ നഗരമാക്കി കോഴിക്കോടിനെ മാറ്റാനും കഴിയേണ്ടതായിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. ഇവിടെ ഉമ്മൻചാണ്ടി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതായിട്ട് കാണുന്നത് ടൈറ്റാനിയം കേസിൽ CPM നേതാക്കൾ വ്യാജ പ്രചരണം നടത്തുന്നുവെന്നാണ്. ടൈറ്റാനിയം കേസുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾ വ്യാജ പ്രചരണം നടത്തിയതല്ല. അവിടെ വലിയ തോതിൽ അഴിമതി നടന്നു എന്നുള്ളതാണ് വസ്തുത. ആ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് നേരത്തെ മുതൽ ഉയർന്നു വന്നത്. അവിടെയുള്ള മലിനീകരണ നിയന്ത്രണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അതിൽ 250 കോടി രൂപയുടെ അഴിമതി, അതിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ടെന്ന് CPM നേതാക്കളല്ല ആദ്യം ആരോപിച്ചത്. അത് ആരോപിച്ചത് കോൺഗ്രസ് നേതാവ് രാമേന്ദ്രൻ മാസ്റ്റർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ നേരിട്ടറിയാവുന്നതാണ്. അന്ന് അദ്ദേഹത്തിന് ആ വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി ഇടപെട്ടത് ചില വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേക താല്പര്യത്തോടെ കാര്യങ്ങൾ നീക്കിയത്, ഇതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ശക്തമായ തെളിവാണ് ഉമ്മൻചാണ്ടി
സുപ്രീം കോടതി ഏർപ്പെടുത്തിയ മേൽനോട്ട സമിതിയുണ്ട്. ആ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ ജി ത്യാഗരാജനാണ്. അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി എഴുതിയ കത്തുകൾ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. ഇത് ഒരു അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നൊരു കമ്പനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടുള്ള കത്തായിരുന്നു. ഉമ്മൻചാണ്ടി എന്തിനാണ് ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ നിന്നത്? അപ്പോൾ അത് പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ടാണ്. വ്യാവസായിക ലോകവുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഉമ്മൻചാണ്ടി ശുപാർശ ചെയ്ത കമ്പനിയുടെ യഥാർത്ഥ സ്വഭാവം അറിയാം. അപ്പോൾ അത്തരത്തിലൊരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായത് അറിയാതെയല്ല, ബോധപൂർവം അഴിമതി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരാൾ ഇവിടെയുള്ള അഴിമതി കേസിൽ ഒന്നാം പ്രതി തന്നെ ആകേണ്ടതാണ്. കാരണം ഒന്നാം പ്രതിയാകാനുള്ള കുറ്റമാണ് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനാണ് അന്വേഷക സംഘം തയ്യാറായത്. അതെന്തുകൊണ്ടാണ്? അന്വേഷിക്കുന്ന വിജിലൻസ് ഉമ്മൻചാണ്ടിയുടെ കീഴിലാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്നു, വിജിലൻസ് ഉമ്മൻചാണ്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ വിജിലൻസിനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. വിജിലൻസിനെ സമ്മർദ്ദത്തിലാക്കിയ ഒട്ടേറെ കാര്യങ്ങൾ നമുക്കറിയാലോ. അതിലേറ്റവും കടുത്ത ഒന്നാണ് ടൈറ്റാനിയം കേസിൻ്റെ അനുഭവം. ഇപ്പോൾ വിജിലൻസിൻ്റെ റിപ്പോർട്ട് വിജിലൻസ് കോടതി സ്വീകരിക്കുന്നില്ല. വിജിലൻസ് കോടതി ആ റിപ്പോർട്ട് തള്ളുന്നു. എന്താ അങ്ങനെ റിപ്പോർട്ട് തള്ളാൻ കാരണം? അത് സമ്മർദ്ദത്തിലായ വിജിലൻസ് നൽകിയ ഒരു അന്വേഷണം, ഒരു റിപ്പോർട്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിജിലൻ്റ് ആവണം എന്ന് കോടതി പറഞ്ഞത്. എന്നിട്ട് അത് തള്ളിക്കൊണ്ട് തുടരന്വേഷണത്തിന് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അതിൽ CPIM നേതാക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. താൻ ചെയ്ത കാര്യങ്ങളുടെ നിജസ്ഥിതി പുറത്തു വന്നതിൻ്റെ ഭാഗമായി കോടതിയുടെ തന്നെ ഇടപെടൽ ഉണ്ടായതാണ്. ഉമ്മൻചാണ്ടി തൻ്റെ ഭരണം ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള കേസുകൾ ഇല്ലാതാക്കാനാണ്. അഴിമതി കേസുകൾ, മന്ത്രിമാരുമായി ബന്ധപ്പെട്ടവ, തനിക്ക് വേണ്ടപ്പെട്ടവർ കുടുങ്ങുമെന്ന സ്ഥിതി വരുമ്പോൾ അതിലൊക്കെ ഉമ്മൻചാണ്ടി നേരിട്ടിടപെടുന്ന നിലയാണ് വരുന്നത്. ഇതാണ് ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്ന ശൈലിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ശ്രമത്തിനാണ്, ഉമ്മൻചാണ്ടിയുടെ ആ ഗൂഢശ്രമത്തിനാണ് ഇപ്പോൾ കനത്ത പ്രഹരം ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ വിമർശിച്ച് രക്ഷപ്പെടാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കണ്ട. അങ്ങനെ പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാനും കഴിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധ ഉയർന്നൊരു കാര്യമാണ് ഹൈദരാബാദ് സർവകലാശാലയിലുണ്ടായ പ്രശ്നം. ഹൈദരാബാദ് സർവകലാശാലയിലുണ്ടായ പ്രശ്നം കേരളം സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. പലരും അതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ കേരളത്തിലും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ്
കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ദളിത് പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് PhD രജിസ്ട്രേഷൻ നൽകുന്നതിൽ, അതുപോലെ തന്നെ ഫെലോഷിപ്പ് ലഭ്യമാക്കുന്നതിൽ വിവേചനം കാണിക്കുന്നു എന്ന പരാതി. ഇതിൽ ഈ വിദ്യാർത്ഥികളുടെ നേരെ വകുപ്പ് മേധാവികളുടെ പ്രതികാര നടപടിയുണ്ടാകുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 വിദ്യാർത്ഥികൾക്ക് ഈ വകുപ്പ് മേധാവികളുടെ പ്രതികാര നടപടിയുടെ ഭാഗമായി പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം ഹൈദരാബാദ് സർവകലാശാലയിൽ കണ്ടതുപോലെ തന്നെ വർഗീയവൽക്കരണ നീക്കമാണ്. ഇത് മുളയിൽ തന്നെ തടഞ്ഞില്ലെങ്കിൽ സർവകലാശാലയുടെ സാധാരണ തനിമ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതി വരും. ഇതാണ് പൊതുവിൽ നമ്മൾ തമ്മിൽ ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ. അങ്ങനെയല്ല അതിനെ സമീപിക്കേണ്ടത് യഥാർത്ഥത്തിൽ. കാരണം 505 ദിവസം വരെ പലതരത്തിൽ അന്വേഷണം നടത്തിയിട്ട് ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാതിരുന്ന ഒരാൾ കോടതിയുടെ മുന്നിൽ ജയരാജൻ തന്നെ അപേക്ഷയുമായി ചെല്ലുന്നു, മുൻകൂർ ജാമ്യാപേക്ഷ. അപ്പോൾ കോടതിയുടെ മുന്നിൽ CBI പറയുന്നു, അന്വേഷണ ഏജൻസിയാണല്ലോ CBI, ജയരാജൻ പ്രതിയല്ല. പിന്നെ 3 ദിവസം കൊണ്ട് എന്ത് തെളിവാണ് കിട്ടിയത്? അപ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തെ പരിഹസിക്കലും RSSൻ്റെ താല്പര്യമനുസരിച്ച് CBIയെ ഉപയോഗിക്കലുമാണല്ലോ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഒരു കാര്യം നടന്നപ്പോൾ അത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് സാധാരണ നിലയിൽ കാണിക്കേണ്ടത്. ഇപ്പോൾ കേസിൽ ജയരാജൻ പെട്ടാൽ ജയരാജൻ കേസിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുമല്ലോ, അത് കേസിൻ്റെ സ്വാഭാവികമായൊരു പ്രക്രിയയാണല്ലോ. ഇത് പാടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അന്വേഷണ ഏജൻസി കുറ്റം ചെയ്യാത്തൊരാളെ ബോധപൂർവം സമ്മർദ്ദത്തിന് വഴങ്ങി കേസിൽ പ്രതിയാക്കുന്ന നില ഇവിടെ ഉണ്ടായിരിക്കുന്നു. അക്കാര്യത്തിലാണ് പ്രതികരിക്കേണ്ടിയിരുന്നത്. അത് പ്രതികരിക്കാതിരുന്നത് RSSനെതിരെ പറയാനുള്ള വിഷമം കൊണ്ട് തന്നെയാണ് എന്നത് തന്നെയാണ് നാം തിരിച്ചറിയേണ്ടത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇത്രാം ദിവസം അറസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. പിന്നീടാണ് CBIക്ക് തെളിവ് കിട്ടിയത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആർഗ്യുമെന്റും അതാണ്. പിന്നീട് തെളിവ് കിട്ടുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. അന്വേഷണം തുടരുകയായിരുന്നു. അതെ, അന്വേഷണം തെളിവ് കിട്ടിയാൽ ആ തെളിവ് പറയാം. പക്ഷേ ഇവിടെ സംഭവം എന്താ? ഇവിടെ സംഭവം നമ്മുടെ RSSൻ്റെ അഖിലേന്ത്യാ നേതാവ് പരസ്യമായല്ല, രഹസ്യമായി പ്രസ്താവിച്ചത് പരസ്യമായിരിക്കുന്നു. ആ രഹസ്യമായി പ്രസ്താവിച്ചത് ഈ കേസിൽ ഉന്നതന്മാരെ പ്രതികളാക്കും എന്നുള്ളതാണ്. ഇന്നലെ കുമ്മനത്തിൻ്റെ ജാഥയുമായി ബന്ധപ്പെട്ട് ഒരാൾ സംസാരിച്ച വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്തയിൽ പറയുന്നത് രാജ്നാഥ് സിംഗ് വന്നത് CBI കേസ് ഏറ്റെടുത്തത്, ഇപ്പോൾ അറസ്റ്റ് നടന്നത്, അതെല്ലാം രാജ്നാഥ് സിംഗിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് എന്നിപ്പോൾ അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവരുടെ നേതൃനിരയിൽപ്പെട്ട ആൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇക്കാര്യത്തിൽ വേറെ സംശയത്തിൻ്റെ വകയില്ല.
നിങ്ങൾ തെളിവ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം മുളച്ചു പൊങ്ങുകയല്ലോ ചെയ്യുക. ഇപ്പം 200-ലധികം സാക്ഷികളെ CBI ഈ കേസിൻ്റെ ഭാഗമായി അണിനിരത്തിയിട്ടുണ്ട്. ആ സാക്ഷിമൊഴികളിൽ ഒന്നിലും ഈ പറയുന്ന ജയരാജൻ എന്തെങ്കിലും പങ്കുവഹിച്ചു എന്ന ഒരു പരാമർശവുമില്ല. ഇവിടെയാണ് മധുസൂദൻ്റെ കാര്യം നമ്മൾ ഓർക്കേണ്ടത്. മധുസൂദനെ ഇതേ UAPA ചുമത്തിക്കൊണ്ട് കേസിൽ പെടുത്തുകയായിരുന്നു. അപ്പോൾ സെഷൻസ് ജഡ്ജി പറഞ്ഞു, നിങ്ങളെ റെക്കോർഡുകളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു, കേസ് ഡയറി. ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കി അദ്ദേഹം പറഞ്ഞു, ഇത് പ്രകാരം UAPA ചുമത്താൻ യാതൊരു വകുപ്പുമില്ല. ഈ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇതും. 3 ദിവസം മുൻപ് ജയരാജനെക്കുറിച്ച് പരിശോധിച്ച് CBI പറയുന്നു ജയരാജൻ പ്രതിയല്ല എന്ന്. 200-ലധികം സാക്ഷികളെ വിസ്തരിച്ച് അവരൊന്നും ജയരാജനെതിരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി CBI ആ സമ്മർദ്ദത്തിൻ്റെ ചട്ടുകമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞങ്ങൾ പറയുന്ന കാര്യം. ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയായിട്ട് തുടരാൻ കഴിയുമോ? സാങ്കേതികമായിട്ട് അത് കേസ് സാധാരണഗതിയിൽ ഇതിലൊക്കെ കോടതി ഇടപെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കോടതി ഇടപെടുന്ന അവസ്ഥ വന്നാൽ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടുമല്ലോ. ഇപ്പോൾ ഇത്തരമൊരു പരിശോധന നടന്നാൽ നീതിന്യായ വ്യവസ്ഥയല്ലേ, നീതിയും ന്യായവും നടക്കണ്ടേ. അല്ലാതെ RSSൻ്റെ സമ്മർദ്ദവും അതിനനുസരിച്ചുള്ള നിലപാടുകളും മാത്രം രാജ്യത്ത് നടന്നാൽ മതിയോ? അപ്പോൾ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി ജയരാജന് ന്യായപ്രകാരം നീതി ലഭിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനൊരു പരിശോധനയിലേക്ക് കോടതി കടക്കും എന്നുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നപ്പോൾ രാവിലെ കോഴിക്കോട് ഗസ്റ്റ് വെച്ച് KK രമ മുഖ്യമന്ത്രിയുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്നത് ഈ കേസിന് വേണ്ടി CBI അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നാണ് KK രമ പറഞ്ഞത്. പഴയ കാര്യമല്ലേ അതൊക്കെ, ഒന്നും ഒരു പുതിയ കാര്യവും അതിലില്ല. രാജ്യത്തെ പ്രശസ്തനായ എഴുത്തുകാരൻ അശോക് വാജ്പേയി ഇന്നലെ പറഞ്ഞത് ഹൈദരാബാദ് സർവകലാശാലയിലെ കാര്യങ്ങളിൽ RSSന്റെ നീതി ക്യാമ്പസിലും സംസ്കാരവും കടന്ന് പുറത്തേക്ക് വരാൻ പോവുകയാണ്. ഇനിയെങ്കിലും എല്ലാവരും പ്രതികരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ പലരും ഇപ്പോഴും ഉണ്ടായിരുന്നു. RSSന്റെ നീതിയാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിനെതിരെ അതെ, RSSൻ്റെ അജണ്ട നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നെ തിരിച്ചറിയുമ്പോഴേക്ക് നമ്മൾ വളരെ വൈകിപ്പോവും. അതാണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ മതനിരപേക്ഷ ചിന്താഗതിക്കാർ പലരും ഇപ്പോൾ അതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. നമ്മുടെ സാഹിത്യനായകന്മാരൊക്കെ സ്വീകരിച്ച നിലപാട് പരിശോധിച്ചാൽ നേരത്തെ കൽബുർഗി അടക്കം കൊല ചെയ്യപ്പെട്ട ആ ഘട്ടത്തിൽ അത് ശരിയായ ഇടപെടലായിരുന്നു. കേരളത്തിൽ ഈ ആപത്ത് വേണ്ടത്ര തിരിച്ചറിയാതിരിക്കുന്നുണ്ട്. അതിന് കാരണം കേരളത്തെ പെട്ടെന്നങ്ങ് തകർക്കാനാവില്ല ഇവിടുത്തെ ഇടതുപക്ഷ സ്വാധീനം വെച്ചുകൊണ്ട്. അപ്പോൾ ഇടതുപക്ഷ സ്വാധീനം തകർക്കാനാണ് RSS ബോധപൂർവ്വം ശ്രമിക്കുന്നത്. ആ വശം ആദ്യം തിരിച്ചറിയണം. ഇത് RSSൻ്റെ അജണ്ട അനുസരിച്ചാണ് എന്നതും കാണേണ്ടതായിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് അശോക് വാജ്പേയി നൽകിയ മുന്നറിയിപ്പ് വളരെ ശരിയായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അംബേദ്കർ നിലപാടെന്നാണ് അധികമായി തീർന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംബേദ്കറെ കാണുന്നത് ഒരു ദുഷ്യാരിനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ കഴിയും? എന്താ മനസ്സിലായില്ല? ഇപ്പം ബീഹാർ മോഡൽ RSSനെതിരായിട്ട് ശക്തമായ അധസ്ഥിതങ്ങളൊക്കെ ക്ഷയിക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുഖ്യം? ഇതിൽ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. അതിൽ വർഗീയതയെ എതിർക്കാൻ നവ ഉദാരവൽക്കരണ നയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പുറപ്പെടാൻ പറ്റില്ല. നവ ഉദാരവൽക്കരണ നയം എന്നത് ജനങ്ങളെ ആകെ താർക്കുകയാണ്. നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ വക്താക്കളാണ് കോൺഗ്രസും BJPയും.
അപ്പോൾ വർഗീയതയെ എതിർക്കാൻ നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ വക്താക്കളായ കോൺഗ്രസിനെ കൂട്ടുപിടിക്കുക എന്നതിനോട് ഞങ്ങൾക്ക് അശേഷം യോജിപ്പില്ല. കോൺഗ്രസിൻ്റെ അനുഭവം നോക്കിയാൽ മതി. ഇവിടെ പശുവിനെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ RSS പുറപ്പെട്ടല്ലോ. അപ്പോൾ ദിഗ്വിജയ് സിംഗ് എന്താ പറഞ്ഞത്? കോൺഗ്രസിൻ്റെ പല പ്രധാനികളും പറഞ്ഞത് എന്താ? അപ്പോൾ RSSൻ്റെ അത്തരം നയങ്ങളിൽ അതിൻ്റെ കൂടെയാണ് കോൺഗ്രസ്. പലപ്പോഴും വർഗീയതയോട് ഒരു മൃദു സമീപനമാണ് അവർ സ്വീകരിച്ചു പോകാറ്. നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചല്ലോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്താണ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്ന്. മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞില്ലല്ലോ. കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഇതേ മുഖ്യമന്ത്രിയാണല്ലോ തൊഗാഡിയുടെ പേരുള്ള കേസ് പിൻവലിച്ചു കൊടുത്തത്. ഇതേ ഗവൺമെൻറ്റാണല്ലോ മഹാത്മാഗാന്ധി കോളേജിൽ തിരുവനന്തപുരത്ത് ഒരു പോലീസ് ഓഫീസറെ RSSകാർ ബോംബെറിഞ്ഞ് കാല് ചെതറിപ്പോയതാണ്. ആ കേസ് പിൻവലിച്ചില്ലേ? എന്തെങ്കിലും ന്യായമുണ്ടോ അതിന്? അപ്പോൾ RSSനെ പ്രീണിപ്പിക്കുന്ന നിലപാടാണല്ലോ ഈ നേതൃത്വവും ഗവൺമെൻറ്റും സ്വീകരിക്കുന്നത്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. അപ്പോൾ ആ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് RSSനെ നേരിടുക അല്ലെങ്കിൽ വർഗീയതയെ നേരിടുക എന്നത് ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ചിന്താഗതിക്കാരാകെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നല്ല. അതിൻ്റെ കൂടെ അണിനിരന്ന പലരും മതനിരപേക്ഷ ചിന്താഗതിക്കാർ തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് അത് സംസ്ഥാനത്തിലായാലും അഖിലേന്ത്യാ തലത്തിലായാലും രാഷ്ട്രീയ ലാഭത്തിലാണ് കണ്ടത്. അതിനുവേണ്ടി ഇവരുമായി ഒത്തുകളിക്കുന്നതിനൊരു മടിയുമില്ല. അതിനൊന്നും ഞങ്ങളില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. വർഷങ്ങളായിട്ട് INL പ്രവേശനം നൽകിയിട്ടില്ല. INL ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. ദീർഘകാലമായിട്ട് LDFനോടൊപ്പമാണ് അവർ. ഒരു പ്രയാസവുമില്ലാതെ തന്നെ അവരും ഞങ്ങളും സഹകരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ ജയരാജൻ കേസുമായി ബന്ധപ്പെട്ട് വന്ന CPMന്റെ വിമർശനങ്ങൾ, CBIക്കെതിരായ വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ ഒരു എതിർവാദമായിട്ട് ഉപയോഗിക്കുന്നത് ബാർക്കോഴ കേസിൽ ഇതേ CBIയുടെ തന്നെ അന്വേഷണമാണെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെടുന്നു. ഇതിൽ ഇരട്ടത്താപ്പുണ്ട്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയാണ് CBI. ഞങ്ങൾ CBIയെ അത്ര കണ്ട് ആശ്രയിക്കാറില്ല. CPIM ഇവിടെ ഉണ്ടായ പ്രമാദമായ കാര്യങ്ങളിലെല്ലാം കോടതിയുടെ നിരീക്ഷണത്തോടെയുള്ള അന്വേഷണം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം CBI ഇടപെട്ടാൽ CBIയെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുമെന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത്. ഇത് തന്നെയാണ് ബാർക്കോഴ കേസിലും തുടക്കം മുതൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാട്. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷവും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ സുരേഷൻ മൊഴിയെടുക്കാനായിട്ട് ബിജുരമേശിനെ സമീപിച്ചിട്ടുള്ള അഞ്ചാമത്തെ റിപ്പോർട്ട് സമർപ്പിച്ചു. 7-ാം തീയതി ഇദ്ദേഹം ബിജുരമേശിന്റെ ഓഫീസിൽ ഹാജരായി തെളിവുകൾ വീണ്ടും പരിശോധിച്ചു. അപ്പം ബിജുരമേശിന്റെ വാദം സുരേഷൻ നൽകിയ റിപ്പോർട്ടല്ല, മറ്റാരോ തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടാണ്. അതെനിക്കറിയില്ല എന്താണ്. എന്തായാലും സുകേശൻ ആദ്യത്തെ നിലപാടിൽ നിന്ന് മാറിയാണല്ലോ വന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ വാഗ്ദത്തങ്ങളുടെ കാര്യം വരുന്നുണ്ട്. മറ്റ് ഗുണപരമായ കാര്യങ്ങൾ പരാമർശ വിധേയമായിട്ടുണ്ട്. ഏതായാലും നേരായ ഏർപ്പാടല്ല അക്കാര്യത്തിൽ നടന്നത് എന്ന് വ്യക്തമാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം അല്ലേ?
ഇന്ന് പരിപാടി അവസാനിക്കുമെങ്കിലും നാളെ നമ്മൾ കാണുമല്ലോ രാവിലെ. നവകേരള മാർച്ച് കൊയിലാണ്ടിയിൽ മാധ്യമപ്രവർത്തകർ കാണുകയായിരുന്നു പിണറായി വിജയൻ. ടൈറ്റാനിയം അഴിമതി കേസിൽ ഉമ്മൻചാണ്ടി ഒന്നാം പ്രതിയാകേണ്ട ആൾ തന്നെയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. അധികാരം ഉപയോഗിച്ച് അഴിമതി നടത്താനും അഴിമതി നടത്തിയവരെ സംരക്ഷിക്കുവാനുമുള്ള ഭരണശൈലിയാണ് ഉമ്മൻചാണ്ടി ശീലിച്ചു വരുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. തത്സമയമാണ് നമ്മൾ കണ്ടത്.